റെൻ്റബിൾ ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 150 വാട്ട്സിനകത്തൊക്കെ പകൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, അതായത് നമ്മൾ ഒരു ടി വി, ഫാന്, അങ്ങനെ 1-2 ലൈറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഒരു 150 വാട്ട്സിനകത്തൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു സോളാർ ഇൻവെർട്ടറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു സാധനങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പുതിയ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിപ്പം എൻ്റെ വീട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാനിതിപ്പോൾ ഒരെണ്ണം ചെയ്തെടുക്കുന്നത്. നമ്മളെ കറണ്ട് ബില്ലും ഒരു യൂണിറ്റിന് ഏകദേശം ഒരു 30 പൈസ വെച്ചൊക്കെ കറണ്ട് ചാർജും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൂര്യപ്രകാശം ഉപയോഗിച്ച് നമ്മളെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ നമുക്ക് പകൽ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോളാർ സിസ്റ്റമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. വലിയ ബാറ്ററികളൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത്രയും കാശുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു PWM സോളാർ ചാർജ് കൺട്രോളറാണിത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ സോളാർ ചാർജ് കൺട്രോളറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ചാർജ് കൺട്രോളറാണ്. നമ്മൾ 35 AH ഒരു ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു 35 AH ബാറ്ററി ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പരമാവധി സോളാർ ബാറ്ററി ഉപയോഗിക്കണം. അപ്പോൾ ഇത് ആമറോണിൻ്റെ പുതിയ ബാറ്ററിയാണ്. എൻ്റെ കയ്യിലിപ്പം ഈ ഒരു ബാറ്ററിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സോളാറിൽ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മൾ സോളാർ ബാറ്ററി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇൻവെർട്ടർ നമ്മൾ പഴയ ഒരു UPS ആണിത്. അപ്പോൾ ഒത്തിരി പഴക്കമുള്ളൊരു UPS ആണ്. ഇവിടെ ഒരു നമ്മൾ ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു സ്വിച്ചും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 1, 2, 3, 4 കണക്ഷൻ കൊടുക്കാവുന്ന 3 പിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു സോക്കറ്റ് ഉണ്ട്. 4 കണക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ എനിക്കൊരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഇൻവെർട്ടർ. അപ്പോൾ അവർ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ ഒത്തിരി പഴക്കമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഇൻവെർട്ടർ എടുക്കാൻ കാരണം, ഞാനിതൊന്ന് എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് അഴിച്ചു നോക്കി. അപ്പോൾ ഇത് അഴിച്ചു നോക്കിയപ്പോഴത്തേക്കും ഇതിനകത്ത് കോപ്പർ വൈൻഡിങ് ഉള്ള നമുക്ക് ട്രാൻസ്ഫോമറാണ് ഇരിക്കുന്നത്. ആ ട്രാൻസ്ഫോമർ അത്യാവശ്യം നല്ല വലിപ്പത്തിനുള്ള ട്രാൻസ്ഫോമറാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ ചെറിയ ടൈപ്പ് UPS ഉണ്ട്. അപ്പോൾ അത് ഇപ്പോഴിറങ്ങുന്ന മോഡലൊക്കെ നമുക്ക് ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഓഫായി പോകും. ഒരു ഭാഗത്താണ് ഇതിൽ ബാറ്ററി വരുന്നത്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്, എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് 7 AH ബാറ്ററിയാണ് നമുക്ക് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് 35 ആംപിയറിൻ്റെ ബാറ്ററി നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വയർ ക്ലാവ് കയറി പൊട്ടിയ വയറാണ്. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് മെയിൻ്റനൻസും ഞാൻ ഇതിൽ ചെയ്ത്. അപ്പോൾ ഞാൻ ഇത് ലോഡ് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇൻവെർട്ടറായിട്ട് തോന്നി. ഇത്രയും നല്ല വലിയൊരു ട്രാൻസ്ഫോമറാണ് ഇതിലിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഫുൾ കോപ്പറാണ് കേട്ടോ ഈ ട്രാൻസ്ഫോമർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സാധനം ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വയർ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ഇതിലിപ്പം DC വയറാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് ജോയിൻറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ സോൾഡർ ചെയ്തെടുക്കണം. 7 AH ബാറ്ററിയിലോട്ട് കൊടുക്കുന്ന അതേ വയർ തന്നെയാണ് നമുക്ക് ഈ 35 ആംപിയർ ബാറ്ററിയിലോട്ടും കൊടുക്കാൻ എടുക്കുന്നത്. ഇതിൽ വലിയ വയറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാം. ആരെ സഹായം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ ഇൻസുലേഷനൊക്കെ ചെയ്ത് വേണം എടുക്കാൻ. UPS നമ്മൾ പഴയതുപോലെ അടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും വയർ ഇതാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ നമ്മൾ ബാറ്ററിയിലോട്ട് ഒന്ന് കണക്ട് ചെയ്യണം. ആണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നല്ല രീതിയിൽ സ്ക്രൂ ഒക്കെ ഇട്ട് വേണം കൊടുക്കാൻ. ഇല്ല, ഓണാവുന്നുണ്ട്. ചെറിയൊരു സ്പാർക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മളത് UPS കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വയർ കൊടുത്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ബാറ്ററിയിലോട്ട് കൊടുക്കുന്ന പോസിറ്റീവ് വയർ നമ്മൾ ഈ ഒരു ബാറ്ററിയിൽ പോസിറ്റീവിൽ കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് വയർ നെഗറ്റീവിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 വയർ വരുന്നത് നമ്മൾ MPPTയിലോട്ടോ അല്ലെങ്കിൽ PWM സോളാർ ചാർജ് കൺട്രോളറിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ 2 വയർ ഇട്ടിരിക്കുന്നത്. ഇത് നോക്കാം. അപ്പോൾ ഇതിൽ മറ്റൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ബസറുണ്ട്. അപ്പോൾ ആ ബസർ നമുക്ക് വേണ്ടെങ്കിൽ ആ ബസർ റിമൂവ് ചെയ്യുക. ഓൺ ചെയ്ത് കാണിക്കാം. ഇവിടെ കാണാം. അപ്പോൾ ഓണായിട്ടുണ്ട്. 100 വാട്ട്സ്
100 വാട്ട്സിൻ്റെ ഒരു ബൾബാണ് ഞാൻ ഇപ്പം ഇതിൽ ലോഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബസർ നമുക്ക് കേൾക്കും, പക്ഷേ ഇത് ഓഫ് ആവില്ല. UPSൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ ഒരു UPSൽ ലോഡ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും UPS തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഓഫ് ആവും. സൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ സൗണ്ട് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. കാര്യം റിമൂവ് ചെയ്യാതെ സൗണ്ട് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. എങ്കിലേ നമുക്ക് ഇതിൻ്റെ വാണിംഗ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പം 100 വാട്ട്സ് ഞാനിപ്പോൾ ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ സോളാർ പാനൽ കൊടുത്ത് കാണിക്കാം. മൈക്രോടെക്കിൻ്റെ ഒരു PWO സോളാർ ചാർജ് കൺട്രോളറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ചാർജ് കൺട്രോളറാണ്. ഇതിന് ഏകദേശം ഞാൻ വാങ്ങിക്കുമ്പോൾ 1000 രൂപയ്ക്കകത്തായിരുന്നു. ഇപ്പോൾ 1300 ആ ഒരു റേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മൾ MPPT സോളാർ ചാർജ് കൺട്രോളർ പോലെ തന്നെയാണ് ഇത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ പാനലാണ് കൊടുക്കേണ്ടത്. ഇവിടെ ആദ്യം കാണുന്ന നമ്മൾ ഈ 2 കണക്ടറിൽ PV എന്ന് എഴുതിയിട്ടുണ്ട്. പാനൽ നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ അത് മാറിപ്പോകാതെ കൊടുക്കണം. ആദ്യം നമ്മൾ ബാറ്ററി കൊടുക്കണം. ഇവിടെ ബാറ്ററിയിൽ പോസിറ്റീവും നെഗറ്റീവും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം നമ്മൾ ബാറ്ററി കൊടുക്കുക. ബാറ്ററി കൊടുത്ത് കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ പാനലിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകാതെ ഞാൻ ഇവിടെ ഒരു ടാപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ പാനൽ വോൾട്ട് 22.2 ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ 12 വോൾട്ടിൻ്റെ പാനലാണിത്, 225 വാട്ട്സിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ആംബിയർ എന്ന് പറയുമ്പോൾ 10 ആംബിയറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ സോളാർ പാനലിൻ്റെ കണക്ഷനും കൊടുത്ത് ബാറ്ററിയുടെ കണക്ഷനും കൊടുത്ത്. അപ്പോൾ ഇനി ഇവിടെ AC കോഡ് കാണാം. അപ്പോൾ അതെന്തിനുള്ളതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നമ്മളെ സോളാറിൽ നിന്ന് ബാറ്ററി ചാർജ് ആകുന്നുണ്ട്. ഇവിടെ സോളാർ ചാർജിങ് ലൈറ്റ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാനൽ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോളാർ പാനൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഇവിടെ ഓൺ ആവും. അപ്പോൾ ബാറ്ററി റിവേഴ്സും ഉണ്ട്. ബാറ്ററി ന്യൂട്രൽ ഫേസും നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് തെളിയും. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഔട്ട്പുട്ട് ഓൺ അല്ല. ഈ ഇൻവെർട്ടർ ആണെങ്കിലും UPS ആണെങ്കിലും അതിൻ്റെ AC കോഡ് നമ്മൾ കറണ്ടിലോട്ട് കൊടുക്കുന്ന ആ ഒരു വയർ പ്ലഗ് നമ്മൾ ഈ ചാർജ് കൺട്രോളറിൻ്റെ പുറകിൽ ഒരു 3 പിൻ പ്ലഗ് ഉണ്ട്, അതിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഒരു AC കോഡുണ്ട്. നമ്മൾ ഈ ചാർജ് കൺട്രോളറിൽ ഒരു AC കോഡുണ്ട്. അപ്പോൾ ഈ ഒരു AC കോഡ് നമ്മൾ ഇതിൽ കണ്ട് നമ്മൾ ഇൻവെർട്ടറിന് ഇത് നമ്മളെ ചാർജ് കൺട്രോളറിൻ്റെ AC കോഡാണ്. അപ്പോൾ അത് നമ്മൾ ഇത് നമ്മളെ ഗ്രിഡിൽ കൊടുക്കണം. കാര്യം നമ്മൾ ചാർജ് കൺട്രോളറിൻ്റെ AC കോഡ് ഗ്രിഡിലും ഇൻവെർട്ടറിൻ്റെ അല്ലെങ്കിൽ UPSൻ്റെ AC കോഡ് നമ്മുടെ ചാർജ് കൺട്രോളറിൻ്റെ പുറകിൽ AC ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ AC ഔട്ട് എന്ന് എഴുതിക്കുന്ന ഭാഗത്ത് കൊടുക്കണം. ഇതിൻ്റെ ചാർജ് കൺട്രോളർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൺ ആക്കിയിട്ടില്ലെങ്കിലും നമ്മൾ സോളാർ പാനലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓഫായി കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഓഫാക്കി നമ്മൾ ഈ ഒരു പവർ ഓഫാക്കി ഇട്ടിരുന്നാലും നമ്മൾ സോളാർ പാനലിൽ നിന്ന് നമ്മളെ ബാറ്ററി ചാർജ് ആകും. അപ്പോൾ ഈ ഒരു കോഡ് കൂടി അപ്പോൾ ഇതുപോലെ നമ്മൾ KSEBിയിൽ കൂടെ കണക്ട് ചെയ്യണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സോളാർ പാനലിൽ നിന്ന് ചാർജ് കയറുന്നത് കുറവാണെങ്കിൽ, സൂര്യപ്രകാശം കുറവാണ്, ബാറ്ററി ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് ഓണാവും. ഇപ്പോൾ ചാർജ് ഫുൾ ചാർജ് ഇല്ല, ബാറ്ററി ഫുൾ ചാർജ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചാർജ് കൺട്രോളർ ഓണാക്കിയപ്പോൾ ഔട്ട്പുട്ട് ഓണായിട്ടുണ്ട്. അപ്പോൾ ഈ ഔട്ട്പുട്ട് ഓണായി കഴിഞ്ഞാൽ നമ്മളെ ഇൻവെർട്ടർ നമ്മളെ KSEB ആയിട്ട് കണക്റ്റ് ആവും. നമ്മളെ KSEBയിൽ നിന്ന് കറണ്ട് എടുത്താണ് നമ്മളെ ഈ UPS നമ്മളിപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യണത്. അപ്പോൾ ഇത് ഷെയർ ചെയ്താണ് ഇപ്പം ചാർജ് ആകുന്നത്. ഇപ്പോൾ സോളാർ പാനലിൽ വെയിൽ കുറവാണ്. അപ്പോൾ ഈ വെയിൽ കുറവായതുകൊണ്ട് നമ്മളെ ബാറ്ററി ഫുള്ളും അല്ല. അതുകൊണ്ടിപ്പം നമ്മളെ ഇൻവെർട്ടർ KSEBയിൽ നിന്നും കറണ്ട് എടുത്ത് ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മളെ സോളാർ പാനലിൽ നിന്നും ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ KSEBയിൽ നിന്ന് കറണ്ട് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പവർ ബട്ടൺ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ KSEBയിൽ നിന്ന് നമ്മളെ ബാറ്ററി ചാർജ് ആവില്ല, സോളാർ പാനലിൽ നിന്ന് മാത്രമേ ചാർജ് ആവൂ. അപ്പോൾ നമ്മളിപ്പം ഓണായി കഴിഞ്ഞാൽ ഡയറക്റ്റ് KSEBയിൽ നിന്ന് ഇപ്പം ബാറ്ററിയും കൂടെ ചാർജ് ആവുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കറണ്ടിൽ നിന്ന് ചാർജ് ചെയ്യാതെ തന്നെ നമുക്കിത് ഓഫാക്കി ഇടാം. പകൽ സമയത്തൊക്കെ നമുക്ക് സോളാറിൽ നിന്ന് ഉപയോഗിക്കണം.
രാത്രി അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ ബാറ്ററി ചാർജ് ചെയ്ത് വച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്താ ഇപ്പോൾ റിലേ ഓഫായിട്ടുണ്ട്, വെയിൽ വരുമ്പോൾ റിലേ ഓഫാവും. അപ്പോൾ ഞാൻ ഇത് എത്ര വാട്ട്സ് നമുക്ക് ലോഡ് ചെയ്യാം എന്ന് നോക്കാം. നമ്മൾ ആ ലൈൻ ഓഫ് ചെയ്തിട്ടൊക്കെയാണ് ഇവിടെ, ലൈൻ ഓൺ ആക്കിയിട്ടേക്കാണ്. ലൈൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലോഡൊന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇൻവെർട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ബൾബ് 100-ൻ്റെ ഒരു ബൾബ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബസർ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഓഫായി പോവില്ല. ബസർ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിൽ ബാക്കി ബൾബ് നമ്മൾ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 100-ൻ്റെ 2 ബൾബ് കൊടുത്ത് ഇവിടെ 201 വാട്ട്സ് 200 വാട്ട്സിനകത്തുണ്ട്. അപ്പോൾ അടുത്ത് വീണ്ടും അപ്പോൾ 100-ൻ്റെ 2 ബൾബ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 3 ബൾബ്. അപ്പോൾ ഏകദേശം ഒരു 250 വാട്ട്സ്, ഒരു 250 വാട്ട്സിനകത്ത് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ബസർ അടിച്ച് ഇത് ഓഫായിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി വീണ്ടും ഓണാക്കാം. അപ്പോൾ ഇപ്പോൾ 2 ബൾബ്, അവിടെ ഒരു 100-ൻ്റെ ബൾബും കൊടുത്തിട്ടുണ്ട്, ഇതിലും ഒരു 100-ൻ്റെ ബൾബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 200-250 വാട്ട്സ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരു 150 വാട്ട്സ് ഇതിനകത്ത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 200 വാട്ട്സ് ലോഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 150 വാട്ട്സിനകത്ത് 200 വാട്ട്സ് ലോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഔട്ട്പുട്ട് ഓൺ ആയിട്ടില്ല. നമ്മൾ ബാറ്ററിയിൽ നിന്ന് തന്നെയാണ് ഇത് കണക്റ്റ് ആകുന്നത്. കാര്യം ഞാൻ ഇവിടെ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം വരെ നമുക്ക് ഈ സോളാറിൽ നിന്ന് ലൈവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ബാറ്ററി ചാർജ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കറണ്ടിൽ വേണമെങ്കിൽ റീകണക്ട് ആക്കിയിടാം. AC ലൈനുമായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിലും പകൽ സമയത്ത് നമുക്കൊരു 200 വാട്ട്സ് ഇതിൽ ലോഡ് ചെയ്തിടാം. ഒരു 150 വാട്ട്സ് നമ്മളെ വീട്ടിൽ ആവശ്യങ്ങൾക്ക് ലൈറ്റ്, ഫാന്, TV. BLDC ഫാനാണെങ്കിൽ കുഴപ്പമില്ല. BLDC ഫാനാണെങ്കിൽ 200 വാട്ട്സ് നമുക്ക് നമ്മളെ വീട്ടിലൊരു 100-150 വാട്ട്സൊക്കെ നമുക്ക് സുഖമായിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 225 വാട്ട്സിൻ്റെ സോളാർ പാനൽ വേണ്ട ഈ ബാറ്ററി ചാർജ് ആവാൻ. പക്ഷേ 225 മിനിമം ഒരു 200-225 വാട്ട്സൊക്കെ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞുള്ള ഉപയോഗം പകൽ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ലൈവ് ഉപയോഗിക്കാൻ പറ്റും. ഇതുവരെ ഇത്രയും സമയമായിട്ട് നമുക്കിവിടെ ഔട്ട്പുട്ട് ഓൺ ആയിട്ടില്ല. ഇനി അഥവാ ഔട്ട്പുട്ട് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ KSEB ലൈന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാര്യം നമുക്ക് വെയിൽ വരുമ്പോഴത്തേക്കും വീണ്ടും സോളാറിൽ നിന്ന് ചാർജായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാര്യം KSEB ലൈനുമായിട്ട് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ഉപയോഗമില്ല. പിന്നെ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് രാത്രി സമയത്ത് നമ്മളെ ബാറ്ററി ചാർജ് ചെയ്ത് വയ്ക്കാം. നേരെ ഒരു 35 ആംപിയറിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ അത്ര വലിയ കറണ്ടൊന്നും ആവില്ല. അപ്പോൾ ഞാൻ ഇനി സോളാർ പാനൽ കാണിക്കാം. ഞാൻ കൊടുത്തിരിക്കുന്ന സോളാർ പാനൽ കാണിക്കാം. പാനൽ വെച്ചിരിക്കുന്നത് നമ്മൾ ആ വീടിൻ്റെ മുകളിലൊരു ഷെഡ് ചെയ്തിട്ടുണ്ട്. ആ ഷെഡിൻ്റെ മുകളിൽ ആണ് ഈ സോളാർ പാനലുകളെല്ലാം വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 പാനൽ ഇരിപ്പുണ്ട്. 225 വാട്ട്സിൻ്റെ 2 പാനൽ ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു പാനലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു പാനലാണ് കൊടുത്തിട്ടുള്ളത്. 225 വാട്ട്സിൻ്റെ ലൂം സോളാറിൻ്റെ ഒരു പാനലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ വാരിയിൽ 550 വാട്ട്സിൻ്റെ 2 പാനൽ കാണാം. അപ്പോൾ ഇതൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ സോളാറിൻ്റെ വീഡിയോ ചെയ്യുന്നതിനായിട്ട് വാങ്ങിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു പാനൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്ററി വർക്കാക്കാം. പക്ഷേ ലൈവായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന കാര്യം പാടായിരിക്കും. ഇനി അങ്ങോട്ട് നല്ല വെയിലുള്ള സമയമായിരിക്കും. അപ്പോൾ ഒരു സോളാർ പാനൽ ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാം നമുക്ക്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഓൺ ആയിട്ടില്ല. ഇതുപോലുള്ള പഴയ UPS ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കളയരുത്. നമുക്ക് ഇതുപോലുള്ള ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ ബാറ്ററി ഈ സോളാറിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മളെ ബാറ്ററി സോളാർ ബാറ്ററി ഉപയോഗിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ 35 ആംപിയറിൻ്റെ അല്ലെങ്കിൽ 40 ആംപിയറിൻ്റെയൊക്കെ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. സോളാർ ബാറ്ററി വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഒരു 1500 രൂപ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ സെക്കൻഡ് ബാറ്ററി കിട്ടും. അപ്പം നമുക്കത് വെച്ച് തൽക്കാലമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. PWM ചാർജ് കൺട്രോളർ ആയതുകൊണ്ട് ബാറ്ററിക്കൊന്നും വലിയ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. കാര്യം കൂടുതൽ നമ്മൾ ലൈവ് പകൽ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്ത് ലൈവായിട്ടും പോകും. ഇവിടെ ഇപ്പോൾ 2 ബൾബ് ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. 290 200 വാട്ട്സിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.